നമസ്കാരം. ഓരോ രാജ്യത്തെ സംസ്കാരവും വസ്ത്രധാരണ രീതിയും നിയമങ്ങളുമെല്ലാം വ്യത്യസ്തമായിരിക്കും. നാം ആ രാജ്യത്ത് പോകുമ്പോൾ അതനുസരിച്ച് ജീവിക്കാൻ ബാധ്യസ്ഥരാണ്. അങ്ങനെ അല്ലെങ്കിൽ പല പ്രത്യാഘാതങ്ങളും നേരിടേണ്ടി വരും. ഒരുപാട് ബുദ്ധിമുട്ടിയാണ് ഓരോ പ്രവാസിയും വിസ സംഘടിപ്പിക്കുന്നത്. എന്തിനധികം പറയുന്നു, നാട്ടിലെ കിടപ്പാടവും കെട്ടുതാലിയും ഉൾപ്പെടെ പണയപ്പെടുത്തിയാണ് വിസ സമ്പാദിക്കുന്നത്. എന്നാൽ സൂക്ഷിച്ചില്ലെങ്കിൽ നിങ്ങൾക്കും വിസ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഇനി പറയാൻ പോകുന്നത് ഒരു പ്രവാസിക്ക് വിസ നഷ്ടപ്പെട്ടതിനെ കുറിച്ചാണ്. മാന്യമല്ലാത്ത വസ്ത്രധാരണത്തെയും പെരുമാറ്റത്തെയും തുടർന്ന് പ്രവാസി യുവതിയുടെ വിസ കുവൈറ്റ് നിഷേധിച്ചു. എംബസി സന്ദർശന വേളയിലാണ് യുവതി മാന്യമല്ലാതെ വസ്ത്രം ധരിച്ചത്. കൂടാതെ അവിടെ വെച്ച് മോശം പെരുമാറ്റവും യുവതിയുടെ ഭാഗത്തു നിന്നുണ്ടായതായാണ് വിവരം. ഇതേ തുടർന്നാണ് യുവതിയുടെ വിസ അധികൃതർ നിഷേധിച്ചത്. ആർട്ടിക്കിൾ 18 വിസ പ്രകാരമാണ് യുവതി കുവൈറ്റിൽ ജോലിക്ക് ശ്രമിക്കുന്നത്. ഇക്കാര്യം എംബസി അധികൃതർ കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയ സെക്രട്ടറിയെ രേഖാമൂലം അറിയിച്ചിരുന്നു. ഈ യുവതിക്ക് വർക്ക് വിസ നൽകരുതെന്ന നിർദ്ദേശവും നൽകി. ഇതോടെ എംബസിയുടെ ശുപാർശ ആഭ്യന്തര മന്ത്രാലയം അംഗീകരിച്ച് വിസ നിരസിക്കുകയും കുവൈറ്റിലേക്ക് പ്രവേശന വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്തു. ഏത് രാജ്യക്കാരിക്കാണ് വിലക്ക് ഏർപ്പെടുത്തിയതെന്ന വിവരം അധികൃതർ പുറത്തുവിട്ടിട്ടില്ല. രാജ്യത്ത് തൊഴിൽ തേടുന്ന പ്രവാസികൾ ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ വിസ നഷ്ടപ്പെടുന്നതടക്കമുള്ള നീക്കങ്ങളിലേക്ക് അധികൃതർ കടന്നേക്കാം. 2024 പുതിയ വിസ നിയമങ്ങൾ യാത്ര, ബിസിനസ് അവസരങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് കാര്യമായ മാറ്റങ്ങൾ കൊണ്ടുവന്നിരുന്നു. വിനോദസഞ്ചാരം, ബിസിനസ്, തൊഴിൽ, കുടുംബ സന്ദർശനങ്ങൾ എന്നിവയ്ക്കായി വിവിധ ആവശ്യങ്ങൾക്കായി വിവിധതരം വിസകൾ നൽകി വരുന്നുണ്ട്. ടൂറിസ്റ്റ് വിസകൾ, റെസിഡൻസി വിസകൾ, വർക്ക് പെർമിറ്റുകൾ, നിക്ഷേപകർക്കും വിദഗ്ധരായ പ്രൊഫഷണലുകൾക്കും ദീർഘകാല താമസാവകാശം നൽകുന്ന ഗോൾഡൻ വിസ തുടങ്ങിയവയാണ്. ദുബായിലെ പുതിയ വിസ നിയമങ്ങൾ ഇന്ത്യക്കാരായ യാത്രക്കാരിൽ ആശങ്കയുണ്ടാക്കിയിരുന്നു. കുടുംബവും ഒന്നിച്ച് ദുബായിൽ താമസിക്കാൻ പദ്ധതിയിടുന്നവർക്കാണ് കൂടുതൽ ആശങ്കയുണ്ടായതെന്നാണ് റിപ്പോർട്ടുകൾ. വിസ അപേക്ഷ പ്രക്രിയയിൽ യാത്രക്കാർ ഇപ്പോൾ അവരുടെ താമസ സ്ഥലത്തെ വാടക കരാർ, എമിറേറ്റ്സ് ID, റെസിഡൻസ് വിസയുടെ പകർപ്പ്, ബന്ധപ്പെടാനുള്ള വിശദാംശങ്ങൾ എന്നിവയെല്ലാം നൽകണം. ഡിസംബർ 8 മുതൽ ജനുവരി 14 വരെ നടക്കുന്ന ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ നടക്കാനിരിക്കെയാണ് ഈ മാറ്റങ്ങൾ. ദുബായ് ഫെസ്റ്റിവൽ ഇന്ത്യൻ വിനോദസഞ്ചാരികളുടെ ഏറെ പ്രിയപ്പെട്ട പരിപാടിയാണ്. എല്ലാ ഇന്ത്യൻ വിനോദസഞ്ചാരികളും ഹോട്ടൽ ബുക്കിംഗ് രേഖകളും റിട്ടേൺ ടിക്കറ്റിലെ വിശദാംശങ്ങളും നൽകണമെന്നാണ് പുതിയ നിയമത്തിൽ പറയുന്നത്. എന്നാൽ ബന്ധുക്കൾക്കൊപ്പം താമസിക്കുന്നവർ കൂടുതൽ രേഖകൾ കൈമാറേണ്ടി വരും. വിസ നിയമങ്ങളിൽ വരുന്ന മാറ്റം ഓരോ പ്രവാസിയും കൃത്യമായി മനസ്സിലാക്കുകയും പാലിക്കുകയും വേണം. പലപ്പോഴും പ്രവാസികളെ അബദ്ധങ്ങളിൽ കൊണ്ടെത്തിക്കുന്നത് നിയമത്തെക്കുറിച്ച് അറിയാത്തതാണ്. ഇത്തരം അബദ്ധങ്ങൾ ഊരാക്കുടുക്കിലേക്കും പ്രവാസികളെ കൊണ്ടെത്തിക്കാറുണ്ട്. നമ്മുടെ നാട്ടിലേതുപോലെയല്ല ഗൾഫിലെ നിയമവ്യവസ്ഥ. ചെറിയ കുറ്റങ്ങൾക്ക് പോലും വലിയ ശിക്ഷയാണ് എല്ലായിടങ്ങളിലും നൽകി വരുന്നത്. അറസ്റ്റും വിചാരണയും ശിക്ഷ നടപ്പാക്കലുമെല്ലാം വളരെ പെട്ടെന്ന് നടക്കും. അതുകൊണ്ട് തന്നെ ഓരോ പ്രവാസിയും നിയമങ്ങൾ മനസ്സിലാക്കാനും അത് പാലിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങളുടെ വിസ റദ്ദാക്കുകയോ നിഷേധിക്കപ്പെടുകയോ ഒക്കെ ചെയ്തേക്കാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ന്യൂസ് ഡെസ്ക്, ഈനാട് മലയാളം.